Hi guys. Hello. നമ്മൾ day 2 of Istanbul trip. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഫുൾ ഡാർക്ക് സ്കൈസ് ആണ്. ഏതുകൊണ്ട് അവിടെ ഇന്നലെ രാത്രി കൂടെ ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിരുന്നു. വിശേഷങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം ഹാഗിയ സോഫിയയിലേക്കാണ് പോണത്. പക്ഷെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അപ്പൊ നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ് ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നോർത്ത് ആർട്ട് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലാണ് വന്നേക്കാണ്. ഒരു സ്മോൾ ക്യൂബ് കഫേ, പക്ഷെ മുകളിലേക്ക് ഇവർക്ക് റെഡ് ഷോപ്പും വെസ്റ്റേൺ ഷോപ്പൊക്കെ ഉണ്ട്. കൂടുതൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇവിടെ. പക്ഷെ നമ്മളതുകൊണ്ട് ഒരു ലൈറ്റായിട്ട് ടോസ്റ്റും പാൻ കേക്ക്സ് ഒക്കെ കഴിക്കാനാണ് വിചാരിക്കുന്നത്. ബാക്കി സാധനം വന്നിട്ട് കാണാം. ഹായ് ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ എന്താ പറയാൻ പറഞ്ഞത് സ്മോക്കി ടർക്കി, ബേബക്കൻ. എന്തുകൊണ്ട് സ്മോക്കി ടർക്കി? ടർക്കി ആയതുകൊണ്ട്. ടർക്കിക്ക് എങ്ങനെ ടർക്കി പേര് വന്നു? കുറെ ടർക്കി ഉള്ളതുകൊണ്ടാണ് യദു പറഞ്ഞത്. യദു പറഞ്ഞാണോ ഗുഡ് പറഞ്ഞോ? അല്ല, അനക പറഞ്ഞു. ഇത് ക്ലിയറൻസ് ചെയ്യും. ഓർഡർ പറയട്ടെ ഗൈസ്. ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. ഹാഗിയ സോഫിയാണ് ആദ്യം, ബാക്കിലാണ്. പക്ഷെ അവിടെ പുറത്ത് വർക്ക് നടക്കുകയെന്ന് തോന്നുന്നു. അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഹാഗിയ സോഫിയ പണ്ട് ഒരു ഇംഗ്ലീഷ് ചർച്ചായിരുന്നു. പിന്നെ ഓട്ടോമൻ എംപയർ വന്നതിന് ശേഷം അത് മോസ്ക് ആക്കി. അപ്പോൾ ഇപ്പം അതൊരു മോസ്ക്. ഇവിടെ ക്ലിയറൻസ് സെയിലുണ്ട്. ഇതിനെയാണ് വെക്കുന്നത്. ഗൈസിന്റെ പ്രത്യേകത ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. രണ്ട് വാക്ക് പറയാനുണ്ട്. ഇവര് കള്ള് കുടിച്ച് നശിപ്പിച്ച് ഏത് ആ ഹോട്ടലിൽ കയറി ചെന്നപ്പോ തന്നെ വെയിറ്റർ പോയി കെട്ടിപ്പിടിച്ചു. അയാൾ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. അവിടെ പോയിരിക്കും പോയി കെട്ടിപ്പിടിച്ചു. അതിൽ നിന്ന് തുടങ്ങി അങ്ങനെ അവിടെ കിടന്ന് അലമ്പായി. ആരെയോ കൊട്ടണ ആൾക്കാരെ വിളിച്ചു, എന്തൊക്കെയോ കൊട്ടിച്ചു. അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. എന്തോ ചട്ടിയിൽ എന്തോ ചിക്കൻ വന്നു. ഒക്കെ മഷ്റൂം ആയിരുന്നു. ഒന്നും കൊള്ളില്ലായിരുന്നു. അതിന്റെ ആള് ജിക്കുമായിരുന്നു ഗൈസ്. പിന്നെ ആ വെയിറ്റർ അവിടെ നിന്ന് എന്താണ് മഷ്റൂം എടുത്ത് തിന്നു. അങ്ങനെ ആകെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് ടൂറിസ്റ്റുകൾക്ക് ഇനി അത് പോകേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്തു തരാം. പിന്നെ തിരിച്ച് നടന്നു വന്ന വഴി ഏതൊന്ന് തെന്നി വീണു. അവിടെ കിടന്നു വീണു. എന്തൊക്കെ വീഡിയോ ഞാൻ കൊണ്ടുവന്നില്ല. പക്ഷേ ഇന്നത്തെ സുന്ദരി അനഘയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചിക്കു? It was a wonderful day, man. അവസാന Crazy ഫുഡ് night. The last night food was really good. ഫുഡിനെ പറ്റി ഉണ്ടായിരുന്ന അഭിപ്രായം? ഗേൾസ് ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് വന്നത്. നമ്മളെ കൂടെ ഒരു ആന്റി ഉണ്ട്. ഹഗിയ സോഫിയ എന്താണ് നീ ഇതെല്ലാം മനസ്സിലാക്കണോട്ടോ. നമ്മള് അനേകയാണ് ഇന്ന് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഇതിനൊരു ബോൾമാൻ്റെ ടീഷർട്ട് വേണം. ബോൾമാൻ്റെ ഇസ്താൻബുളിൻ്റെ കുറേ വഴിയോര കച്ചവടക്കാരുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഗൈസ്. ജിക്കു സാറുണ്ട്. ഡ്രോൺ ഇന്ന് പറത്തും. ഇതാണ് ടർക്കിഷ്
ഡസ്റ്റ്ബിൻ ചവിട്ടിക്കഴിഞ്ഞാലാണ് അത് തുറക്കുക. എന്താ ഏതാണ് ബ്ലോസ്ക് മോസ്ക്? ഇതാണ് ബ്ലൂ മോസ്ക്. നമ്മളങ്ങനെ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മോസ്ക് സോറി വിസിറ്റ് ചെയ്യാൻ നമ്മളെ ഉള്ളിൽ ഹെൽപ്പ് ചെയ്യാൻ. No photography or videography during prayer. ഇതാണ് ബ്ലൂ മോസ്കിൻ്റെ ഫസ്റ്റ് എൻട്രി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിനക്ക് പൈസ കൊടുക്കണം തോന്നുന്നു. നോക്കാം. ലോക്കൽ കച്ചവടക്കാർ. മെഴ്സിഡീസ് ബെൻസിന്റെ ക്ലബ്ബ്. ഇതാണ് മുബാർക്ക. ഇതാണ് തുറക്കറക്കം സിൽക്ക് റോഡ്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ആ നിമിഷം ടർക്കിഷ് ഐസ്ക്രീം ഇതാ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ ടർക്കിഷ് ഐസ്ക്രീം ഗൈസ്. വാട്ട്സ് യുവർ നെയിം ബ്രോ? രമീസിയ. അപ്പോൾ അനക്കാണ് ഐസ്ക്രീം. ചൈന യാ. ഓക്കെ. ഇന്ത്യ. പിസ്റ്റാഷ്യോ. സോ ഇതൊക്കെയാണ് ഗൈസ് ഫ്ലേവേഴ്സ്. ഇതാണ് പിടിച്ചോ. താങ്ക് യു. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മഴയത്ത് ബസിലിക്ക സിസ്റ്റം കാണാൻ വേണ്ടി സിസ്റ്ററിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. കോയിൻസ് ഒക്കെ എടുക്കുന്നത്. ഇത് ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ്. കണ്ടോ? ഇതാണ് ബസിലിക്ക സിസ്റ്റം.
ഇത് പണ്ടൊരു വാട്ടർ ടാങ്ക് ആയിരുന്നു, അണ്ടർഗ്രൗണ്ട് എന്ന് വെച്ചാൽ താഴെ. പക്ഷെ അതിൻ്റെ വാട്ടർ സ്റ്റിൽ റിമൈനിങ് ആണ്. ഇത്രയും ഭാഗം ഇവർ എം ടി ആക്കിയിട്ട് ആ ഭാഗം മാത്രം. ആൾക്കാരിൽ കോയിനൊക്കെ ഇടുന്നുണ്ട്. അതിന് വല്ല കൾച്ചറലി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആണ് തസ്കേമിലേക്കുള്ള ഫുൾ വാട്ടർ സപ്ലൈ ലൈൻ. ഏകദേശം ഒരു വലിയ എമൗണ്ട് ഓഫ് വാട്ടർ, അതായത് 18 ആ മാപ്പിൽ കാണുന്ന പോലെ ഒരു വാട്ടർ സപ്ലൈ ഇതായിരുന്നു. റോമൻ എംപയർ ആണ് ഇത് ഉണ്ടാക്കിയത്. സച്ച് ആൻ ആർക്കിടെക്ചർ, ഒരു വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് ഇതുപോലെ ആർക്കിടെക്ചർ സീനാണ്. വലിയ സ്റ്റോൺസ് ആണ് ഇതിനൊക്കെ ബേസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ശില്പത്തിൻ്റെ തല കിടക്കുന്നുണ്ട്. അതേപോലെ അടുത്ത കാവിങ്സ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. മേലെ ഇപ്പം താൽക്കാലികമായിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എവിടെയോ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ശരിക്കും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മെഡൂസനെ പറ്റിയിട്ടുള്ള തലയാണ് ഈ കാണുന്ന തല. ഗ്രീക്ക് മിത്തോളജിയിലെ മെഡൂസ, ത്രീ സിസ്റ്റേഴ്സ് ഓഫ് ഗ്രീക്ക് മിത്തോളജി. അതേപോലെ ആ മെഡൂസൻ്റെ നിഴലാണ് കാണുന്നത്. ഇതാണ് ആ രണ്ടാമത്തെ തല. ആൾക്കാർ പൈസ ഇടുന്നുണ്ടോ? ഇതെനിക്കൊന്ന് ഈ ഗ്രീക്ക് ദേവതയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇടുന്നതാണ്. തല തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളത്. ജസ്റ്റ് തൂണിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ തല. നേരെ നെക്സ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ നിഴൽ കണ്ട ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോണാണ്. ആ നിൽക്കുന്നതാണ് ആ പ്രതിമ. അതിൻ്റെ നിഴലാണ് നമ്മളെ ബാക്ക് കാണുന്നത്. ഇതും ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ പൈസ ഇടുന്നത്. ഇതൊന്നും മെറ്റലിനെ കൊണ്ട് ഉണ്ടാക്കിയതാ. ആരാണെന്ന് ചോദിച്ചാൽ ഇത് മോഡേൺ മാൻസ് പൊസിഷൻ ഇൻ എ പോസിബിൾ പോസ്റ്റ് അപ്പോക്ലൈറ്റിക് വേൾഡ്. അതായത് ഒരു ഫ്രജൈൽ ഹ്യൂമൻ ബീങ്, വാർമിസൈസം ഒക്കെ. മെഡൂസ അല്ലത്, മെഡൂസ ഇതാണ്. ഇതാണ് ആ കല്ല്. ഫ്രീ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് പാലസ്. ഗൈസ്, ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ മുകളിൽ നിന്ന് വന്നപ്പോൾ ഇത്ര വിചാരിച്ചില്ല, പക്ഷെ ഭയങ്കര രസമാണ്. ഇത് കണ്ടുപിടിച്ചാൽ എനിക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ല, ഇത് ഇസ്താംബുൾ പറഞ്ഞാൽ ആരും പോകുന്ന ഒരു സ്ഥലമാണ്. കാരണം ബസിലിക്ക സിസ്റ്റർ ഇത് ഭയങ്കര ഫേമസ് ആണ്. ബസിലിക്ക സിസ്റ്റർ ഇസ്താംബുൾ വൺ ഓഫ് ദ ഫേമസ് സ്പോട്ടാണ്. ഗ്രീക്ക് മിത്തോളജി രീതിയിൽ പണിതേക്കണം. അതുകൊണ്ട് ഇവിടെ റോമൻസ് പറഞ്ഞു. അതാ റോമൻസ് പണിത്. അതുകൊണ്ടാണ് ഇവിടെ മെഡൂസ ദൈവമല്ല, ദൈവം എന്ന് പറയാൻ പറ്റില്ല. മെഡൂസ ഒരു മോൺസ്റ്ററാണ്. പക്ഷെ അതിനെന്തോ ഒരു കഥയുണ്ട് മെഡൂസയുടെ. മെത്തഡോളജി അല്ല, മിത്തോളജി. പിന്നെ അവിടെ വേറെ ഒരാള് ജിക്ക് ഒരു കിടിലെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗൈസ് നോക്കാം. ഇല്ല പിന്നെ കാണിക്കാം. പിന്നെ കാണിക്കണം. അത് ഞാൻ ഇനി രാത്രി ഇരുന്ന് ഇങ്ങനെ ആവണം. നല്ല ഓക്കെ, ഇതാണ് ഗൈസ്, ഇതാണ് ഫേമസ് ഹാഗിയ സോഫിയ പള്ളി. ഇത് അവരുടെ പ്രേയിങ് ഏരിയ ആണ്. താഴത്താണ്. ഒന്നും കൊടുക്കണം. ഹായ് ഗൈസ്, നമ്മൾ
ഇപ്പോൾ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ്. ഇത് ഓട്ടോമൻ എംപയർ ഇവിടെ റൂൾ ചെയ്യാനേക്കാട്ടി മുന്നേ ഇതൊരു ചേർച്ചായിരുന്നു. പിന്നെ അവർ വന്നിട്ട് ഇതൊരു മോസ്ക് ആക്കി. ഈ പള്ളിയിൽ ഇപ്പോഴും താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രയേഴ്സ് നടക്കും. ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും മ്യൂസിയം ആക്കി വെച്ചേക്കുക. ഇവിടെ എപ്പോഴും വരുമ്പോൾ ഈ ഷോള് തലയിലിടണം. കൈൻഡ് ഓഫ് വേറെന്താ, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നമുക്കൊരു പറ്റി ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കഫ് ഹോൾഡിങ്സ് ആണ് ഉള്ളിൽ മൊത്തം. അതിനെ നമ്മൾ വെറുതെ 44 പൗണ്ട് കൊടുത്തതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതുകൊണ്ട് ഐ എം സാഡ്. അത്രമാത്രം കാണാനൊന്നുമില്ല. സോ ഐ വിൽ ഗീവ് 1 star 2 star പ്രോബബ്ലി. കാരണം ഈ സ്കഫ് ഹോൾഡിങ് ഇങ്ങനെ വെച്ചിട്ട് അവർ നക്ഷത്ര പൈസയെങ്കിലും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ നമ്മളെ പറ്റിക്കപ്പെട്ടു. നമുക്ക് ബാക്കി സ്ഥലം നോക്കാം. ഗൈസ്, കുറച്ച് പണ്ടത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ ബാക്കി ഭാഗങ്ങളാണ്. അത് യേശുവും അതിൻ്റെ കുറച്ച് എഴുത്തുകളും കാര്യങ്ങളൊക്കെയാണ്. കുറേയൊക്കെ മാഞ്ഞു പോയി. അതിന് ബാക്കിയുള്ള സാധനങ്ങളാടെയുള്ളത്. അതേപോലെ പണ്ടത്തെ ക്രിസ്ത്യൻ റിമൈൻസ് കാണാൻ പറ്റും. ഇത് ജീസസ് വെർജിൻ മേരി കയ്യിൽ ഈശോനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. കുറേ ഭാഗമൊക്കെ അവർ കൈയെത്തുന്ന സ്ഥലത്തുള്ളതെല്ലാം മറിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ബാക്കിയേ ഉള്ളൂ അതിന്. അതേപോലെ ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. ജീസസ് സിറ്റിംഗ് വിത്ത് ദ ത്രോൺ എംപറർ കോൺസ്റ്റന്റൈൻ. ഒരു എംപററിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സാധനമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വെർജിൻ മേരീൻ്റെ ഈശോൻ്റെ കൈമ പിടിച്ചിട്ടുള്ള ചിത്രവും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ ഹൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഹിഡൺ ആണ് അത്. ഗൈസ്, നെക്സ്റ്റ് വരുന്നത് ഹെൻറിക്സ് ഡൊണാൾഡോ ഡാൻഡോളോ എന്ന് പറഞ്ഞ ഒരാളെ ശവക്കല്ലറയാണ് ഇവിടെ ഉള്ളത്. ടോം സ്റ്റോൺ ഒരാളിവിടെ കാണാൻ വന്നപ്പോൾ മരിച്ചുപോയ ഒരാളെ കുഴിച്ചിട്ട സ്ഥലം. ഗൈസ്, ഈ മാർബിൾ ഡോറ് പണ്ട് ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ പുതുതായിട്ട് വന്ന സാധനം. 6th century വന്നതാണ്. ഇനി നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കണ്ടു കഴിഞ്ഞു ഹഗിയ സോഫിയേൻ്റെ. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ മ്യൂസിയത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് പണ്ടുണ്ടായ കുറച്ച് ഞാൻ ആദ്യം വിചാരിച്ച മ്യൂസിയം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്, ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് മ്യൂസിയം പുറത്താണ്, ഒരു വലിയൊരു മ്യൂസിയം. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് നോക്കാം. വെർത്ത് ദ ഹൈപ്പാണോ, ഇത് 40 കൊണ്ട് കൊടുക്കുന്നത് ലാഭമാണോ എന്ന് ആ മ്യൂസിയത്തിൽ പോയി നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെയുള്ള കുറേ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ജിക്കു സാർ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഹഗിയ സോഫിയയിലെ മ്യൂസിയത്തിനൊക്കെ വന്നിട്ടാണുള്ളത്. ഇങ്ങനെ ഓൾഡ് റിമെയിൻസ് ആദ്യം ഒരു സ്റ്റോറി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഓൾഡ് റിമെയിൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റോമൻ പീരീഡിലുള്ള കുറേ കാര്യങ്ങളാണ്. റോമൻ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതൊരു എക്സ്കവേഷൻ നടത്തിയായിരുന്നു ജർമ്മൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോഴാണ് ഈ റിമൈൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. ഹഗിയ സോഫിയ 3 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും കറക്റ്റാണ്. നമ്മളെ സിനിമ കണ്ടപ്പോൾ 3 വട്ടമായിരുന്നു. സോ അപ്പം കണ്ടുപിടിച്ച ഓരോ റിമൈൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മളെ ബോട്ട്. നമ്മൾ ബോട്ടിലേക്ക് പോവുകയാണ്. ബോട്ടല്ലേ ചെറിയൊരു ആട്ടമുണ്ട് ഗൈസ്. ഇതുവരെ ചാർജ് പൈസയുള്ള കൂട്ടറല്ലോ അവിടെ കയറി. ഇതാണ് ഗൈസ് കുഞ്ഞി ഒരു ഡിന്നർ നമ്പർ 30. ഇതാണ് അപ്പോൾ നമ്മളെ ടേബിൾ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു. അങ്ങനെ ചെറിയൊരു സൂഫി ഡാൻസോ എന്തോ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. ബോട്ടിപ്പോഴും പാർക്ക്ഡാണ്, പക്ഷേ എടുക്കും. അത് കഴിഞ്ഞ് വേറെ പരിപാടി കഴിച്ച് അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ക്രൂസിലാണ്. ഇതുവരെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നു, ഇനി നമ്മുടെ മെയിൻസ് വരാനിരിക്കുന്നുള്ളതുകൊണ്ട് ഓപ്ഷൻസ് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ് ഗൈസ്. അതും അഞ്ജനയാണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നത്. അഞ്ജനയാണ് ബുക്ക് ചെയ്തത്, കുഴപ്പമില്ല. ജിക്കു, എന്താണ് അഭിപ്രായം? ഇതുവരെ കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല നല്ല ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. കൊള്ളാം. നമ്മൾ പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്തതാണെന്നല്ല, നമ്മുടെ ഫ്രണ്ട്സിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആയിരുന്നു അടിപൊളിയായിരിക്കും. നമ്മളെ ഡബിൾ ചെക്ക് ചെയ്തായിരുന്നു, സംശയം ഇവര്. ഓക്കെ, അഞ്ജന അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മീല് വന്നേക്കുന്നത്. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഇസ്താംബുൾ ട്രിപ്പിൻ്റെ ഫൈനൽ ഫ്യൂ അവേഴ്സിലാണ്. നമ്മുടെ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. കിടിലൻ ക്രൂസ് ഡിന്നർ ആയിരുന്നു. എല്ലാവരും എന്തായാലും വരുമ്പോൾ പോകേണ്ടതാണ്. പിന്നെ എല്ലാവരും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാവരും എന്താ ഇവിടെ ഗലാട്ട ടവർ ആയിരുന്നെങ്കിൽ ദയവ് ചെയ്ത് പ്ലീസ് കം ആഫ്റ്റർ 12. അതാ ഈ രാത്രി ആരുമില്ല. ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ. നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും, നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയാണ്. ഈ സമയത്ത് വന്നാൽ നല്ല കിട്ടില്ലായിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല ചീസ് കേക്ക് ഒക്കെ രാത്രി വന്ന് നമുക്ക് കഴിക്കാമായിരുന്നു. അപ്പോൾ ഈ നേരത്തെ വരെ ഞങ്ങളിപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ വന്നു, 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഞങ്ങളൊരു ബ്രിഡ്ജിന്റെ ഒരു ഡ്രോൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡ്രോൺ ചേട്ടൻ. ആ ഡ്രോൺ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. സോറി, ഹാഫിസ് മുഹമ്മദ് ഡെസേർട്ട്. ആ ഡെസേർട്ടിന്റെ അവിടെ എത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഹാഫിസ് ഞാൻ പറയല്ലേ, ഹാഫിസ് മുഹമ്മദ് പറയുന്നത് ഇവിടെ ഇസ്താംബുളിലെ ഒരു ഫേമസ് സ്വീറ്റ് സ്പോട്ടാണ്. ഇവിടെ കുറേ അവർക്ക് കടകളുണ്ട്. അതിൽ 1 ഓഫ് ദ 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു കടകളാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ആൻഡ് ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചീസ് കേക്ക് അല്ല, മിൽക്ക് കേക്കും ഒരു ദുബായ് സൺസെറ്റ് എന്നൊക്കെയാണ് അതിന്റെ പേര്. അതെന്താണെന്നറിയില്ല നമുക്കത്. കുനാഫയാണ് ഇവിടുത്തെ ഫേമസ്. പക്ഷെ ഞങ്ങൾക്ക് കുനാഫേനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഡിഷസ് ട്രൈ ചെയ്യണം. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാവുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മിൽക്ക് കേക്കും ഒരു ദുബായ് സൺസെറ്റുമാണ് ഓർഡർ ചെയ്തേക്കുന്നത് വിത്ത് ടീ. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ കഴിച്ചിട്ട് പറയാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം മിൽക്ക് കേക്ക്. ഭയങ്കര ഭയങ്കര സാഫ്രന്റെ ഒരു കുത്തുണ്ട്. കാരണം ഞങ്ങൾ സാഫ്രൺ ഫ്ലേവറാണ് പറഞ്ഞത്. അതെന്താ അതന്നെ അവനാണ് ഇതൊക്കെ സജസ്റ്റ് ചെയ്തത്. രാഷ്മോൻ